അങ്ങനെ പുട്ടും ചിക്കനും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും നമ്മൾ ആദ്യം ഗണപതിക്ക് കൊടുക്കണം എന്നാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ വീട്ടിലെ ഗണപതിക്ക് നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഫ്ലാഷ് ബാക്ക് ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയേക്കാണ്. അപ്പോൾ നമ്മൾ ഡിന്നർ കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ മെനു വന്നിട്ട് ചിക്കൻ കറിയും പുട്ടുമാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ എൻ്റെ ഫ്രണ്ടിൻ്റെ കിച്ചൺ ഒന്ന് കാണിച്ചു കൊടുക്കുക. കിച്ചൺ വളരെയധികം മെസ്സായിട്ടുള്ളൊരു കിച്ചണാണ്. ഇത് ആദ്യം ഒതുക്കി വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ. സോ നമുക്ക് ആ പ്രോസസ്സിലേക്ക് നമുക്ക് പോവാം. പ്ലേറ്റ് കിട്ടണ്ട്. പക്ഷേ ഒരു 15 മിനിറ്റത്തെ ഒരു ചർച്ചയ്ക്കൊടുവിൽ നമ്മൾ തീരുമാനിച്ചു ഇത് ഒതുക്കിയിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ ഭേദം കുക്ക് ചെയ്തിട്ട് ഒതുക്കുകയായിരിക്കുന്നു. കാരണം ഇത് ഓൾറെഡി മെസ്സായിട്ടിരിക്കണേ. അപ്പോൾ നമ്മൾ ഇനി വീണ്ടും കുക്ക് ചെയ്യുമ്പോൾ വീണ്ടും മെസ്സാവുമല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും ഒതുക്കണമല്ലോ. അതിലും ഭേദം നമുക്ക് ഒതുക്കിയിട്ട് കുക്ക് ചെയ്തിട്ട് ഒതുക്കാം. സോ നമ്മളിവിടെ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ നമ്മളൊന്ന് എടുത്ത് പറക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെ എടുത്ത് പറക്കി വെച്ചിട്ട് ബാക്കി നമുക്ക് കാണും. ഓക്കെ, ബൈ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്കൊരു ഐഡിയ തോന്നി. അതായത് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും കുറേ സാധനങ്ങൾ വാങ്ങിയ സ്ഥിതിക്ക് നമുക്കതൊരു ഹോൾ വീഡിയോ വെക്കാമല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ വാങ്ങിയെന്ന് കാണിച്ചില്ല. അതായത് നമ്മൾ 1/2 കിലോ ചീര വാങ്ങിയിട്ടുണ്ട്. അപ്പം നാളെ എൻ്റെ വളരെ വലിയ സുഹൃത്ത് വഴികാട്ടിയല്ല, എനിക്ക് തോരൻ വെച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ പിന്നെ നമ്മൾ മല്ലിയില വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചപ്പയർ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഗരം മസാല വാങ്ങിയിട്ടുണ്ട്. സബോള, പച്ചമുളക്, പാല്, ദോശ ബാറ്റർ, ചിക്കൻ. ഇത്ര സാധനമാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ബൈ. ഈ ഫ്രോസൺ ചിക്കനിൽ എന്ത് കഷ്ടപ്പാടാണ് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ. വെള്ളം തുറന്നിട്ടാ മതി. കൈനറ്റിക് എനർജി കാരണം ഡീഫ്രോസ്റ്റ് ആയിക്കോളും പെട്ടെന്ന്. ഓ, ICSE 5th റാങ്ക് സാധനങ്ങളുണ്ട്. ബുദ്ധിയുണ്ട്. ഇത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞേ. എൻ്റെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി അവരെ കൊണ്ട് കഴിപ്പിച്ച് നോക്കിയിട്ട് അവരുടെ റിവ്യൂ ഞാൻ കേൾപ്പിച്ചു തരാം. വെയിറ്റ്. കുഞ്ഞൊരു പീസ് കിട്ടാനായിട്ട് ഞാൻ സെർച്ച് ചെയ്യേണ്ട അവസ്ഥയാണ്. ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും മതി. അതിൻ്റെ ഗ്രേവിയാണ് സീൻ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. കാണുമ്പോൾ നല്ല ഇതല്ലേ, നമ്മൾ ഓൾറെഡി മുന്നേ ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്, അടിപൊളി. ഇവിടെ ആസ് യൂഷ്വൽ ജോസേട്ടൻ്റെ ടച്ച് വന്നിട്ടുണ്ട്. അതെ, പല കഴിച്ച് നോക്കൂ. സൂപ്പറായിട്ട് അതാണ് ആസ് യൂഷ്വലി ടേസ്റ്റ് വന്നിരിക്കുന്നു. സൂപ്പർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. യെസ് ഗൈസ്, യെസ്. അങ്ങനെ പുട്ടും ചിക്കനും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും നമ്മൾ ആദ്യം ഗണപതിക്ക് കൊടുക്കണം എന്നാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ വീട്ടിലെ ഗണപതിക്ക് നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംശയിക്കണ്ട, ബന്ധം തന്നെ. ചിക്കൻ ലെഗ് പീസൊക്കെ ഉണ്ട് പാന്തോത്തിന്. ലെഗ് പീസ് ഗണപതിക്ക് കൊടുത്താൽ നമ്മൾ എന്തും ചെയ്യൂ. ഗണപതി ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയും ഞാനാണ് ഗണപതി എന്നൊക്കെ പറയും. കരിഞ്ഞ് ഞാനിവിടെ പറയാൻ പാടില്ലായിരുന്നു. പറയൂ. സൂപ്പർ. ഇതെന്താ അഭിനയിക്കണ പോലെ ഉണ്ടല്ലോ. ആക്ച്വലി സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ഞാൻ പറയിപ്പിക്കണ പോലെ ഇല്ല, സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവർക്കും തരട്ടെ. കരയല്ലേ? ശരിക്കുള്ള അഭിപ്രായം പറ. ക്യാമറ നോക്കിട്ട് വരുന്നാണോ പറയല്ലേ? ജോസഫിന്റെ ചിക്കൻ കറി മുന്നേ തൊട്ടിട്ട് നമ്മൾ ഭയങ്കര ഫാനാണ്. പക്ഷെ പുട്ടും ചിക്കൻ കറിയുള്ള കോമ്പിനേഷൻ ആദ്യമായിട്ടാണ്. പക്ഷെ സൂപ്പർ ആയിട്ട് പുട്ടും ചിക്കൻ കറിയും കോമ്പിനേഷൻ നമ്മൾ കഴിക്കുന്നത് ആദ്യമായിട്ടാ. അതല്ല ഇവന്റെ ചിക്കൻ കറി
ആ അതെ സൈൻസ് പറഞ്ഞാണോ ചൈനീസ് രൂപം ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത് തിരുവണോ ആ തന്നു കുറച്ച് ചിക്കനൊക്കെ ആവട്ടോ. ഓ ചിക്കൻ ആക്കണം. ഓ സ്വന്തമായിട്ട് എങ്ങനെയുണ്ട്? ഞാൻ ചോണ്ട് പറയില്ല വീട്ടില് ചിക്കൻ എല്ലാവരും കൊടുക്കും. എല്ലാവരും കൊണ്ട് ടേസ്റ്റ് പറയിപ്പിക്കും. പറയാം ഇതല്ല അവിടെ മൈക്ക് നിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. അത് കിട്ടിയിട്ടില്ല. പറയൂ എങ്ങനെയുണ്ട്? സൂപ്പർ ക്യാമറ എവിടെയാ? എന്തൊക്കെ കുറ്റം പറയണെന്ന് പറഞ്ഞിട്ട് സൂപ്പർ. ഞാൻ മല്ലിയിലൊക്കെ ഇട്ടുണ്ടായിരുന്നല്ലേ? അടിപൊളി അടിപൊളി സൂപ്പർ. പ്ലേറ്റ് എടുത്ത് വേഗം തരും തിന്നട്ടെ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ഭയങ്കര അടിപൊളി കുക്കാണെന്നുള്ളത്. അപ്പൊ ഇനി ഇത് റെസിപ്പി വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഞാൻ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. പക്ഷെ എന്റെ ഓഫീസിൽ ആക്ച്വലി എന്റെ അടുത്ത് 2 റെസിപ്പി ചോദിച്ചു. അത് വിവരമുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അടുക്കളയിൽ കയറി പരിചയം വേണേ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ 2-3 മണിക്കൂറായിട്ട് നമ്മൾ ഇത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ കുക്കിംഗ് ഒക്കെ ആയിട്ട് ആകെ മെസ്സായിരുന്നു. സോ ബൈ. വീട്ടിലെ കാരണവർ പറയും എങ്ങനെയുണ്ടായിരുന്നു ചിക്കൻ? ഇതെന്നിട്ടാ ഓ മൈക്ക് ചിക്കണോ ഉണ്ടെന്ന് വിചാരിച്ചു.